പാലക്കാട് ജില്ലയിൽ വീണ്ടും കാട്ടാനാക്രമണമുണ്ടായി. കഞ്ചിക്കോടിന് സമീപം ചെല്ലൻകാവിൽ കാട്ടാനാക്രമണത്തിൽ ഒരു കർഷകന് പരിക്കേറ്റു. ചെല്ലൻകാവ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, പരിക്ക് സാരമായ പരിക്കാണോ അതോ നിസ്സാര പരിക്കാണോ? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇതിനൊരു പ്രതികരണം വരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. ചെല്ലങ്കാവ് ഈ സുന്ദരം പറഞ്ഞ ആളുടെ കൃഷിസ്ഥലത്ത് പോയതാണ്. അയാൾ മൂച്ചിത്തോട്ടത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. രാവിലെ പുലർച്ചെ ഒരു 7:30 ശേഷം അതായത് കൃഷിസ്ഥലത്ത് പോയിട്ട് മാങ്ങത്തോട്ടത്തിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോറസ്റ്റുകാർ അവിടെ നിന്ന് ആനയെ മുടുക്കി വന്നാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇയാളുടെ അടുത്തെത്തി ഇയാൾ ആനനെ കണ്ട് വെട്ടി ഓടിയതാണ്. ഓടി വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇടുപ്പിനും തോളിലും വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഈ കാട്ടാനാക്രമണം നമ്മുടെ വാർത്താമുറികളിൽ നിത്യസംഭവമാകുന്നു എന്ന് നമ്മളെ വല്ലാതെ അലോസരപ്പെടുന്നു. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഇദ്ദേഹത്തിൻ്റെ പരിക്ക് എങ്ങനെയാണ് അവസ്ഥ? എസ്കൻ, ജീവന് ഭീഷണി ഇല്ല എന്ന് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. കാര്യമായ രീതിയിൽ കാട്ടാനയെ കണ്ട്, ആ പ്രദേശത്ത് കാട്ടാന ശല്യം സ്ഥിരമായുള്ള മേഖലയാണ്. ആ മേഖലയിൽ കാട്ടാനയെ കണ്ട് ഓടുന്ന ആ സമയത്ത് വീണു പോയതായിരിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. ഗിരീഷേട്ടാ, എന്താണ് സംഭവിച്ചത് സുന്ദരന്? അതായത് ഇയാൾ സാധാരണഗതിയിൽ കൃഷിസ്ഥലത്തേക്ക് പോകുന്ന പോലെ ഇന്നും രാവിലെ പോയതാണ്. തേങ്ങയും മാങ്ങയും ഉണ്ടെങ്കിൽ തേങ്ങ എല്ലാ ദിവസവും വീഴുന്ന തേങ്ങ പെറുക്കി വരുന്ന ശീലം ഉള്ള ആളാണ്, കർഷകനാണ്. അയാളുടെ കൃഷിസ്ഥലത്തേക്ക് പോയ സമയത്താണ് ഈ അത്യാഹിതം ഉണ്ടായത്. എന്തായിരുന്നു സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഫോറസ്റ്റുകാരുമായിട്ട് അന്വേഷിക്കുമ്പോൾ പറയണത് അവിടെ നിന്ന് ആനയെ തുരത്തി, പനങ്കാട് ഭാഗത്ത് നിന്ന് ആനയെ തുരത്തി ചെല്ലങ്കാവ് ഭാഗത്തേക്ക് എത്തിയതാണ്. പക്ഷേ ഇയാളെ കണ്ടില്ല. അങ്ങനെ സംഭവിച്ചാണെന്നുള്ളതാണ് ഓടി വീണതാണല്ലേ? അതായത് ആനനെ കണ്ട് പരിഭ്രാന്തിയിൽ ഓടിയപ്പോൾ വീണതാണ്, വീണ് പരിക്ക് പറ്റിയതാണ്. പ്രദേശത്തുണ്ടായിരുന്നോ? ഫോറസ്റ്റുകാർ ആ സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വാഹനത്തിലാണ് കൊണ്ടുവന്നത്? അവരുടെ വാഹനത്തിലാണ് ഞങ്ങൾ തൂക്കിയിട്ട് കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ പരിക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇടുപ്പലിൽ നല്ല വേദനയുണ്ടെന്നും ഈ ഭാഗത്ത്, അതായത് ചുണ്ടിൻ്റെ താഴെ വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിന് പറയാനുള്ള. പുതുശ്ശേരി പഞ്ചായത്ത് അംഗമാണ്, ചെല്ലങ്കാവിലെ പഞ്ചായത്ത് മെമ്പറാണ് ഗിരീഷ. എന്തായാലും ഈ മേഖല സ്ഥിരം കാട്ടാനകളുടെ ഒരു വിഹാര കേന്ദ്രമുള്ള എന്ന നമുക്ക് നിസ്സംശയം പറയാവുന്ന മേഖലയാണ്. കഞ്ചിക്കോട്, വേനോലി, പുതുശ്ശേരി, മലമ്പുഴ അടക്കമുള്ള മേഖലകളിൽ അത് കാട്ടാന കൂട്ടമാണ്. 16-അംഗ കൂട്ടമാണ്. കുട്ടികളും ആനകളും ഒക്കെയായുള്ള 16-അംഗ കൂട്ടമാണ് മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇതുകൂടാതെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇത്തരത്തിൽ ആനകൾ ഇറങ്ങുന്നുണ്ട്. എന്തായാലും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. സ്വാഭാവികമായി ഇത്തരത്തിൽ ആനകൾ കടന്നു വരുന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കമൊക്കെ പൊട്ടിച്ച് തുരത്താറുണ്ട്. പക്ഷേ ഇത് തുരത്തി വരുന്ന സമയത്ത് ഈ തോട്ടത്തിലേക്ക്, പ്രദേശ സുന്ദരന്റെ തോട്ടത്തിന്റെ പരിസരത്തേക്ക് എത്തുകയായിരുന്നു എന്നാണ് വിവരം. എന്തായാലും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് സുന്ദരൻ ഉള്ളത്. എന്തായാലും മറ്റു നടപടിക്രമങ്ങൾ ആശുപത്രിയിലെ ഉന്നത ഡോക്ടർമാർ അല്ലെങ്കിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം മാത്രമേ എന്താണ് പരിക്കിന്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ആശ്വാസകരമായ കാര്യം, ജീവന് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ്. എസ്കൈൻ.